ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാതാധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 4 മുതൽ 7 വരെ. മത്തായി 19-4 മുതൽ 7 വരെ. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യഹൂദ മത സംഹിത പ്രകാരവും ന്യായപ്രമാണപ്രകാരവും ഭാര്യാഭർത്തൃബന്ധം വളരെ ശ്രേഷ്ഠതയുള്ളതായിരുന്നു. എന്നാൽ കുടുംബജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ വർദ്ധിക്കണമെന്നും മോശയുടെ ന്യായപ്രമാണപ്രകാരം അതിനെ എങ്ങനെയെല്ലാം കാത്തു സൂക്ഷിക്കണമെന്നുമൊക്കെ അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളാണ്. അവരാണ് കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്നത്. അപ്പോൾ കർത്താവ് വചനം ഉദ്ധരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്ന മനുഷ്യൻ്റെയും സ്ത്രീയുടെയും ആരംഭത്തിൽ എപ്രകാരമായിരുന്നു എന്ന് വായിച്ചിട്ടില്ലയോ എന്ന് ചോദിക്കുന്നു. പുരുഷനും സ്ത്രീയും തമ്മിൽ വേർപിരിയാനുള്ള ബന്ധമല്ല ഉണ്ടായിരിക്കുന്നതെന്ന് ആധികാരികമായി കർത്താവ് പറയുന്നു. ദൈവം ഒരു ജോഡിയെ മാത്രം സൃഷ്ടിച്ചു. ഒരാൾ മറ്റൊരാളിനെ നന്മയ്ക്കായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. പുരുഷനും സ്ത്രീയും ഒരു ശരീരമാണ്. ദൈവം അവരെ കൂട്ടിയിണക്കിയിരിക്കിയാൽ യാതൊരു മനുഷ്യനും അവരെ വേർപിരിക്കാൻ അവകാശമില്ല. കുറ്റവാളിയായ ഒരു സ്ത്രീയെ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത് എന്ത് എന്ന് ചോദിച്ചു. ഇവിടെ ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്യാൻ മോശ കൽപ്പിച്ചതല്ല. വേദപണ്ഡിതനായ വില്യം ബാർക്ലേ പറയുന്നത്, ഒരു സ്ത്രീക്ക് വിവാഹമോചനത്തിന് പ്രേരിപ്പിക്കാൻ അവകാശമില്ല. അവൾക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. എന്നാൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അശുദ്ധിയാലല്ലാതെ മറ്റെന്തെങ്കിലും കാരണത്താൽ ഒരാൾ ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൻ സ്ത്രീധനം മടക്കി കൊടുക്കേണ്ടതാണ്. ഇതുകൊണ്ട് ഉപേക്ഷണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. എന്നാൽ ഒരുവൻ തൻ്റെ ഭാര്യയെ പുലർത്താനും സംതൃപ്തനാക്കാനും അപ്രാപ്തനാണെങ്കിലും അവൻ ഭാര്യയെ ഉപേക്ഷിപ്പാൻ അവന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. കുഷ്ഠരോഗമോ അല്ലെങ്കിൽ സൗഖ്യമാക്കാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും വ്യാധിയോ ഭർത്താവിനുണ്ടായാൽ അക്കാരണം ചൊല്ലിയും, തോൽക്കൊല്ലനായാൽ അക്കാരണത്താലും ഭർത്താവിനെ അവൾക്ക് ഉപേക്ഷിക്കാൻ നിർബന്ധിക്കാമെന്നതാണ് അവരുടെ പ്രമാണം. തോൽക്കൊല്ലൻ്റെ വീട്ടിൽ നായ്ക്കളുടെ ശല്യവും നായ്ക്കാഷ്ടവും ഉണ്ടാകും. വിശുദ്ധ നാട് വിട്ട് മറ്റെവിടെയെങ്കിലും പോകാൻ ഭർത്താവ് അവളെ നിർബന്ധിച്ചാൽ ആ കാരണം ചൊല്ലിയും ഉപേക്ഷണത്തിന് ഭാര്യയ്ക്ക് ആവശ്യപ്പെടാം. മറ്റ് യാതൊരു കാരണവശാലും അവൾക്ക് അങ്ങനെ ചെയ്യാൻ അവകാശമില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം മുൻനിർത്തിയാണ് കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നത്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് കർത്താവ് ഉപദേശിക്കുന്നു. വിവാഹം ഏതു മനുഷ്യനും മാന്യവും പരിശുദ്ധവുമായി കണക്കാക്കപ്പെടുന്നു. കൃപയാൽ വിശ്വാസം മൂലം ഒരു പാപി ദൈവമകനായിത്തീരുന്നു. കൃപ ഒരു വലിയ ജലസംഭരണിയും വിശ്വാസം അത് മനുഷ്യന് എത്തിച്ചു കൊടുക്കുന്ന ചാലകവുമാണ്. അവൻ ദൈവമകനായി തീരുന്നതോടുകൂടി ക്രിസ്തുവുമായി ബന്ധപ്പെടുന്നു. ഈ ബാന്ധവത്തിന് കാരണക്കാരൻ ദൈവമാണ്. അങ്ങനെ ദൈവം ക്രിസ്തുവിനോട് ഒരു പാപിയെ യോജിപ്പിക്കുന്നതിനാൽ മറ്റൊരു ശക്തിക്കും ആ ദൈവ പൈതലിനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും വേർതിരിക്കാൻ കഴിയുന്നതല്ല. ദൈവം അത് അനുവദിക്കുകയില്ല. അപ്പോൾ ഈ ഒരു സാദൃശ്യത്തിലാണ് ഭാര്യ ഭർത്തൃബന്ധത്തെ പുതിയ നിയമം കണക്കാക്കുന്നത്. മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ സഭയും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ്
കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃബന്ധമെന്ന പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ട് അതിനെ ഗൗരവമായി കാണാനും ദൈവിക നിയമമായി സ്വീകരിക്കാനും അങ്ങനെ തന്നെ അതിനെ പാലിക്കാനും നമ്മൾ കടമപ്പെട്ടവരായതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം ദൈവിക ദാനമാണ് എന്ന് ഓർത്ത് അതിനെ പരിപാവനതയോടെ കാത്തു സൂക്ഷിക്കാൻ കർത്താവിൻ്റെ കൃപ ആവശ്യമാണ്. അങ്ങനെ നിലനിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ പ്രഭാതത്തിനായും അതിൻ്റെ നന്മയ്ക്കായും സ്തോത്രം. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയിൽ അടിയങ്ങൾ ആശ്രയിക്കുന്നു. പ്രഭാതം മുതൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും, ഞങ്ങളുടെ യാത്രാവേളകളിലും, ഉത്തരവാദിത്ത നിർവഹണ ഇടങ്ങളിലും കർത്താവിൻ്റെ കൃപ പകരണമേ. വിശ്വസ്തയോടെ ജീവിപ്പാൻ ഇന്ന് പകലിൽ ഞങ്ങളെ തന്നെ അവിടുന്ന് കർത്താവെ ഇടയാക്കണം, അതിനുവേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തിയും ദൈവിക നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കണമേ. യേശുമശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും അളവറ്റ സാന്നിധ്യവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.